അനക്കെന്നെ ഒരേ കോലത്തില് കണ്ട് ബോറടിച്ച്. ഈ ബോറടിക്ക് സാധാരണ എരയാവുന്നത് എന്റെ പാവം മുടിയാണ്. അതിന് വെട്ടലും കളറ് മുക്കലും ചുരുട്ടലും നീട്ടലൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ആനന്ദം കണ്ടെത്തും. പക്ഷെ ഇക്കൊല്ലം മുടി വളർത്താനുള്ള ഒരു കഠിന പരിശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഇപ്രാവശ്യം എന്റെ നട്ടക്ക് എരയാവുന്നത് എന്റെ പാവം ചെവികളാണ്. ഞാൻ ഹീലിക്സ് പിയേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. പോകുമ്പം വലിയ ആവേശാണെങ്കിലും കുത്തണ്ട വിധവും അവരെ ബിൽഡപ്പ് എല്ലാം കണ്ടപ്പോഴത്തേക്കും എന്റെ കിളികളെല്ലാം എങ്ങോട്ടോ പറഞ്ഞു. എല്ലാ മാസവും പീരിയഡ് ക്രാംസ് വന്ന് അലറി വിളിച്ച് ഞാൻ കിടക്കുമെങ്കിലും എനിക്ക് വേദന ഭയങ്കര പേടിയാണ്. പക്ഷെ മുന്നോട്ട് വെച്ച കാലം ഞാൻ പിന്നോട്ടെടുക്കില്ല. കാരണം എനിക്ക് എല്ലാം പേടിയാണ്. ഈ പേടിയും വിചാരിച്ച് ഞാൻ നിൽക്കുന്നതാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യില്ല ലൈഫിൽ. അതുകൊണ്ട് ഞാൻ പേടിച്ചോണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും. ഇതെല്ലാം ഞാൻ കുത്തുന്നതിന് മുമ്പ് അനക്കെന്നെ കൊടുത്ത പെപ്ടോക്കാണ്. ഓണസ്റ്റ് ആയിട്ട് റിവ്യൂ പറയുന്നതാണെങ്കിൽ ഈ കുത്തുന്നത് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഇത്രയും പെയിൻലെസ് ആണ് പരിപാടി. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ കുത്തി അന്ന് രാത്രി തന്നെ എന്റെ നടുവുള്ളൂ. ചെരിഞ്ഞു കിടന്ന ചെവി വേനെടുക്കും, മലന്ന് കിടന്ന നടുവേനെടുക്കും. ഒരാഴ്ച നല്ല രസമായിരുന്നു ലൈഫ്. അതല്ലെങ്കിലും അങ്ങനെയാണ്. എന്ന് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചാലും അതിൽ എങ്ങനെങ്കിലും ആയിട്ട് ഇങ്ങനെ ഒരു അടങ്ങറുണ്ടാവും. ഇപ്പൊ എനിക്കിത് ശീലം. എന്റെ ക്ഷീണം മാറ്റാന്ന് പറഞ്ഞ് ഞാൻ സാറേന്റെ സെയിൽ കയറി. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം തുണികളെക്കാളും എനിക്കിപ്പോ താല്പര്യം വീട്ടുപകരണങ്ങളോടാണ്. ഒരു വെയർഹൌസ് സെയിലിൽ ചെറിയ പൈസക്ക് സാധനം കിട്ടുന്നു പറഞ്ഞ് ഞാനും അതിലും അടക്കേറി നിരങ്ങി. വിലക്കുറവ് കണ്ടാൽ ഞാനവിടെ കണ്ണും തള്ളി പോകും. ഈ സ്വഭാവം എനിക്ക് എന്റെ അച്ഛന്റെ അടുത്ത് കിട്ടിയതാണ്. മൂപ്പര് ഈ വില കുറഞ്ഞും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടിടും എന്തെങ്കിലും ആവശ്യം വരുന്നു പറഞ്ഞു. പക്ഷെ അതിങ്ങനെ മൂലക്ക് കിടന്നിട്ട് അമ്മേന്റെ വായിലിരിക്കുന്ന മൊത്തം അച്ഛൻ കേൾക്കും. ആ ജീനിന്റെ ഗുണം ഞാൻ കാണിക്കണ്ടേ? ഇപ്പൊ തൽക്കാലം അത്രയേ ഉള്ളൂ. ഞാൻ പോയിട്ട് പിന്നെ എപ്പെങ്കിലും വരാം.